ഓ ആ ഓ ഓ ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശരണാഗത ദീനാർത്ത പരിത്രാണപരായണേ സവ്യസാർത്ഥി ഹരേ ദേവി നാരായണി നമോസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, സായി നാരായണ, സത്യനാരായണ. ഓം ശാന്തി ശാന്തി ശാന്തി. ദേവിയുടെ മഹാത്മ്യം പറയാനായിട്ട് എല്ലാവർക്കും ദേവി മഹാത്മ്യം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ദേവി മഹാത്മ്യത്തിന്റെ ശക്തി മഹത്വം. ഞാൻ ഇവിടെ പറയുന്നതിനൊക്കെ എനിക്ക് കടപ്പാടുണ്ട് കേട്ടോ. കടപ്പാട് ഫേസ്ബുക്കിനോടാണ്. ഞാൻ പലപ്പോഴും ഫേസ്ബുക്കിൽ വരുന്ന നല്ല കാര്യങ്ങൾ കുറിച്ച് വെക്കുകയോ ഷെയർ ചെയ്ത് വെക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തപ്പം ദേവി മഹാത്മ്യം എൻ്റെ ബുക്കിൽ, എൻ്റെ ഡയറിയിൽ അങ്ങനെ കിടക്കണം. എന്നാ പിന്നെ അതൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. ഇത് ദേവി മഹാത്മ്യത്തിന്റെ ശക്തിയും മഹത്വം. അപ്പൊ ഇത് പറയുന്നത് ദേവിയുടെ തന്നെ കാര്യങ്ങൾ പല രീതിയിൽ തിരിച്ചും മറിച്ചും പറയുന്നുണ്ട്. ഒരേ കാര്യമാണെന്ന് തോന്നാം, പക്ഷെ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ ഒരു കാര്യം തന്നെയല്ല, അത് പല വിധത്തിലാണ് പറയുന്നതെന്ന് മനസ്സിലാവും. അപ്പൊ അത് റെപ്പറ്റീഷൻ അല്ല എന്നുള്ളത് ഞാൻ പറയാണ്. ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യല്ല, അത് പല രീതിയിൽ പറയുന്നു, അത്രയേ ഉള്ളൂ. ദേവ്യായയാ തദമിദം ജഗദാത്മശക്ത്യാ നിശേഷദേവഗണശക്തി സമൂഹമൂർത്യാ താമംബികാമഖിലദേവമഹർഷി പൂജ്യാം ഭക്ത്യാ നതാസ്മ വിദധാതു ശുഭാനിസാനം. ദേവി എങ്ങനെ ഉണ്ടായത്? സമ്പൂർണ്ണ ദേവതകളുടെയും ശക്തിയും സമഗ്രമായ ഭാവവും ദേവിക്ക് നൽകിക്കൊണ്ടാണ് ആ ദേവിയുടെ സ്വരൂപം ദേവന്മാര് സൃഷ്ടിച്ചത്. വളരെ വളരെ ഉജ്ജ്വലമായ പ്രകാശ സ്വരൂപിണിയായിട്ടാണ് ദേവിയെ അവര് സൃഷ്ടിച്ചത്. എന്നിട്ട് അവരുടെ എല്ലാവരുടെയും ശക്തികളും എല്ലാ ആയുധങ്ങളും സകല ദേവന്മാരും മഹർഷികളും വളരെയധികം ആരാധിക്കുകയും ചെയ്തുകൊണ്ട് ആ ജഗദംബയ്ക്ക് വലിയ ഒരു ശക്തി പകർന്നു നൽകുകയാണ്. എന്നിട്ട് അവരെല്ലാവരും ദേവിയെ ഭക്തിപൂർവ്വം നമസ്കരിക്കുന്നു. ആ ജഗദംബ നമുക്ക് മംഗളം പ്രദാനം ചെയ്യട്ടെ. ഭാരതത്തിലെങ്ങും പ്രസിദ്ധമായ ഒരു പാരായണ ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം. ഭയഭക്തി വിശ്വാസങ്ങളെ ജനിപ്പിക്കുന്നത് കൊണ്ട് ശൈവം, വൈഷ്ണവം, ശാക്തം എന്നീ 3 വിഭാഗത്തിലുമുള്ളവർക്കും ഒരുപോലെ ആദരണീയമായ ഒരു ഗ്രന്ഥം വേറെ ഇല്ലെന്ന് തന്നെ പറയാം. ശൈവം എന്ന് വെച്ചാൽ ശിവപൂജ, ശിവാരാധന ചെയ്യുന്നവർ. വൈഷ്ണവം എന്ന് വെച്ചാൽ വിഷ്ണുവിനെ മാത്രം ആരാധിക്കുന്നവർ. ശാക്തം എന്ന് വെച്ചാൽ ദേവിയെ ആരാധിക്കുന്നവർ. ഇതിന് ബംഗാളിൽ ചണ്ഡി എന്നും കാശി, മധ്യഭാരതം, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ദുർഗാ സപ്തശതി അല്ലെങ്കിൽ ചണ്ഡി സപ്തശതി എന്നും, ചോളം, പാണ്ഡ്യം, കേരളം മുതലായ തെക്കേ ഇന്ത്യൻ രാജ്യങ്ങളിൽ ദേവി മാഹാത്മ്യമെന്നും പറയുന്നു. ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളമമ്പായ. ആപത്തിൽ നമുക്ക് എന്താണ് കരണീയമായിട്ടുള്ളത്? തലവിധിയെ പഴിച്ച് കാലം കളയാതെ സാക്ഷാൽ പരാശക്തിയായ ദേവിയുടെ ചരണകമലങ്ങളെ ആശ്രയിക്കണം. അതല്ലാതെ വേറൊരു മാർഗവും. കിം കരണീയം ചരണയുഗളം അമ്പായ സ്മരണീയം. അമ്മയെ തന്നെ സ്മരിച്ചുകൊണ്ട്
എല്ലാ ആപത്തുകളിൽ നിന്നും ഞാൻ തീർച്ചയായും നിങ്ങളെ രക്ഷിക്കുമെന്ന് ദേവി നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ആപത്തുണ്ടായാലും ദേവിയെ സ്മരിക്കുക. ദേവി മഹാത്മ്യത്തിൽ നന്മയും തിന്മയും തമ്മിലുള്ള ഒരു കഥാസന്ദർഭത്തെ, യുദ്ധത്തെ വിവരിക്കുന്നു. ഇവിടെ ദുർഗാദേവിയായി പ്രത്യക്ഷപ്പെടുന്ന പരാശക്തി മഹിഷാസുരനെതിരെ നന്മയുടെ ശക്തികളെ നയിക്കുന്നു. ദേവി ഇവിടെ കോപിഷ്ഠയും നിർദ്ദയയുമായി കാണപ്പെടുന്നു. എന്തിനാണ് ദേവി കോപിഷ്ഠയും നിർദ്ദയയുമായി കാണുന്നത്? ഒരാളോടല്ല, പിന്നെയോ തിന്മ അവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾക്കെതിരെയാണ് ദേവി കോപിഷ്ഠയും ഈ ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നത്. കോപവും നിർദ്ദയത്വവും പ്രകടിപ്പിക്കുന്നത് അധർമ്മത്തിനെതിരെയാണ്, അതുപോലെ തന്നെ തിന്മയ്ക്കെതിരെയാണ്. അവർ ചെയ്യുന്ന അനാശാസ്യമായ പ്രവൃത്തികൾക്കെതിരെയാണ് ദേവിയുടെ കോപം. ദേവി മഹാത്മ്യത്തിന്റെ പ്രഥമ ഭാഗത്തിൽ ദേവിയെ മഹാകാളിയായി ചിത്രീകരിക്കുന്നു. ഇവിടെ ദേവി മഹാമായ എന്ന നിലയിൽ ചക്രത്തിന്റെ പ്രപഞ്ചം ഇങ്ങനെ ചക്രം പോലെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ യുഗം കഴിയുന്തോറും അടുത്ത യുഗം വരുന്നു, പിന്നെ അടുത്ത യുഗം വരുന്നു, മഹാപ്രളയം വരുന്നു. മഹാപ്രളയം കഴിഞ്ഞാൽ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാണ് ഈ ചക്രം. അപ്പോ ഈ ചക്രമായ പ്രപഞ്ചം പ്രകടമാകുന്നതിന് മുമ്പ് ഇടയ്ക്കുള്ള സമയമുണ്ടല്ലോ, ആ പ്രളയം കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഭഗവാൻ പാലാഴിയിൽ നല്ല നിദ്രയിലാണ്, യോഗ നിദ്രയിൽ അങ്ങനെ ശയിക്കും. അനന്തനിൽ പാലാഴിയിൽ മഹാവിഷ്ണു, പരിപാലകനായ മഹാവിഷ്ണു യോഗ നിദ്രയിൽ ശയിക്കും. കണ്ണ് തുറക്കാൻ വയ്യാത്ത ഉറക്കമാണ് ഭഗവാന്. അത്ര ഉഴക്കത്തിൽ അങ്ങനെ ശയിക്കുന്ന സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന ഭഗവാന്റെ കർണങ്ങളിൽ നിന്നും കർണോർമലം എന്ന് വെച്ചാൽ ചെവിക്കായം പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്ന ചെവിക്കായത്തിൽ നിന്ന് 2 അസുരന്മാരാണ് ഉണ്ടായത്, മധുവും കൈഡഭനും. മധു കൈഡഭന്മാർ എന്നാണ് അവരെ ഒരിക്കൽ പറയുന്നത്. അവരിങ്ങനെ നോക്കിയപ്പോ ഉണ്ട് ബ്രഹ്മാവ് ഭഗവാന്റെ താമരയിൽ അങ്ങനെ ഇരിക്കുന്നു. എന്നാ ഇപ്പൊ അയാളെ തന്നെ ആക്രമിക്കാൻ നിന്നിട്ട് ബ്രഹ്മാവിനെ ആക്രമിക്കാനായിട്ട് അവര് പോകും. അപ്പൊ പ്രപഞ്ച സൃഷ്ടിക്ക് സമയമായതുകൊണ്ട് ബ്രഹ്മാവ് അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ്. അത് അടുത്ത കൽപ്പം വരികയാണ്. അപ്പൊ അടുത്ത കൽപ്പത്തിലേക്കുള്ള സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാവിനെയാണ് അവർ കാണുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താനായിട്ട് ഈ അസുരന്മാർ ശ്രമിക്കുകയാണ്, ഒരുപാട് ശ്രമിക്കുകയാണ്. അപ്പോഴത്തേക്കും ബ്രഹ്മാവിന് അവരോട് യുദ്ധം ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. അപ്പം പിന്നെ ഭഗവാന് മാത്രമേ അവരെ കൊല്ലാൻ സാധിക്കുള്ളൂ. മനസ്സിലായല്ലേ? അവരെ വധിക്കണമെങ്കിൽ ഭഗവാൻ തന്നെ വിചാരിക്കണം. അതുകൊണ്ട് ഭഗവാനാണെങ്കിലോ കംപ്ലീറ്റ് നിദ്രയാണ്, നിദ്രാദേവിക്ക് വശംഗതനായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം മഹാമായയെ, നിദ്രാദേവിയുടെ രൂപത്തിലുള്ള മഹാമായയെ പ്രാർത്ഥിച്ചിട്ട് പറയും, നിദ്രാദേവി ഭഗവാന്റെ കണ്ണുകളിൽ നിന്നും പോയാലും ഭഗവാന്റെ കണ്ണ് തുറക്കട്ടെ, അതുകൊണ്ട് ഭഗവാന്റെ കണ്ണുകളിൽ നിന്നും പിന്മാറിക്കൊണ്ട് ദേവി ഭഗവാനെ ഉണർത്തണം എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ദേവന്മാരുടെ പ്രാർത്ഥനയിൽ പ്രീതയായിട്ട് ദേവി ഭഗവാനെ ഉണർത്തി കഴിയുമ്പോഴാണ് ഭഗവാൻ നോക്കുമ്പോൾ ഈ മധുകൈടവന്മാരെ കാണുന്നതും ആ അസുരന്മാരാണെന്ന് മനസ്സിലാവുന്നതും ഒക്കെ. അപ്പോൾ അവരെ വധിക്കണം. 1000 വർഷമാണ് യുദ്ധം ചെയ്യുന്നത്. അത്ര ഭഗവാന്റെ ഒരു ഭാഗത്തു നിന്ന് തന്നെ വന്ന ആൾക്കാരില്ല. അപ്പൊ അവർക്ക് അത്രയും ശക്തിയുണ്ട്. അപ്പൊ ഭഗവാനോട് തുല്യമായ ശക്തി, കിടപിടിക്കുന്ന ശക്തി. അപ്പൊ ദേവി തന്നെയാണ് ഭഗവാനെ തന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ യുദ്ധം ചെയ്യിപ്പിച്ച് അസുരന്മാരെ പരാജയപ്പെടുത്തുന്നു. പ്രപഞ്ച സൃഷ്ടി പുനഃസ്ഥാപിക്കുവാൻ ഭഗവാൻ ദേവിയെ സഹായിച്ചതുകൊണ്ട് ദേവിയെ ഭഗവാൻ വാഴ്ത്തുന്നു. അതാണ് ആദ്യത്തെ ഭാഗം. മധ്യമ ഭാഗം അതാണ് പ്രഥമ ഭാഗം. ദേവി ഭാഗം 3 ഭാഗമായിട്ടാണ്. അതിന്റെ പ്രഥമ ഭാഗത്തില് ഇതാണ് കഥ. മധ്യമ ഭാഗം 2, 4, 2 തൊട്ട് 4, 2, 3, 4 എന്നീ അധ്യായങ്ങളാണ്. അവിടെ മഹാലക്ഷ്മി ദേവിയെ ദുർഗാദേവിയായിട്ട് അവതരിപ്പിക്കുന്നു. മഹാലക്ഷ്മിയാണ് ഇവിടെ ദുർഗയായിട്ട് അവതരിപ്പിക്കുന്നത്. ഇവിടെ ദേവി അധർമ്മത്തിനെതിരെയാണ് പോരാടുന്നത്. അവിടെ ദേവി യോദ്ധാവാണ്, യുദ്ധസന്നദ്ധയായ, യുദ്ധത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ദേവി യോദ്ധാവാണ്. മഹിഷാസുരൻ ദേവന്മാരെ എല്ലാം പരാജയപ്പെടുത്തുന്നു. അപ്പോ അതെന്താണ് എല്ലാവർക്കും ഈ പരാജയപ്പെടുത്താൻ കാരണം എന്താണ്? വരം വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് ബ്രഹ്മാവിനാണ് ഏറ്റവും പ്ലീസ് ചെയ്യാൻ എളുപ്പം. കുറെ കാലം തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്ലീസ് ചെയ്തിട്ട് എന്നെ ആരും കൊല്ലരുതെന്ന് പറയും. എല്ലാ അസുരന്മാരും അങ്ങനെ തന്നെയാ പറയാ. അപ്പൊ ബ്രഹ്മാവ് പറയും അത് പറ്റൂല, കൊല്ലാതിരിക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം?
എന്നാൽ എന്നെ ഒരു സ്ത്രീയെ കൊല്ലാവും. അപ്പൊ ആ സ്ത്രീകളെ യുദ്ധത്തിന് വരുമോ, സ്ത്രീകൾ കൊല്ലുമോ, ഒന്നും നടക്കാത്ത കാര്യം. അപ്പൊ കൊല്ലല്ല. അപ്പൊ അഹങ്കാരം വർദ്ധിക്കും. അഹങ്കാരം വർദ്ധിച്ചിട്ട് ഇവര് ലോകം മുഴുവൻ നശിപ്പിക്കാൻ തുടങ്ങും. മനസ്സിലായില്ലേ? അങ്ങനെ മഹിഷാസുരൻ ദേവന്മാരെ എല്ലാം പരാജയപ്പെടുത്തി ദേവസ്ഥാനങ്ങളെല്ലാം അപഹരിച്ച്. അപ്പോ എന്ത് ചെയ്തു? ദേവന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവര് ഭഗവാനെ തന്നെ ആശ്രയിക്കുകയാണ്. ഭഗവാനെ ആശ്രയിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് മഹാവിഷ്ണുവും മഹാദേവനും ബ്രഹ്മാവും സകല ദേവന്മാരും അഗ്നിയും വരുണനും എല്ലാവരും ഒന്നിച്ച് അവരുടെ ശക്തി പ്രദാനം ചെയ്യുകയാണ്. അവരെ ശക്തി പ്രദാനം ചെയ്തിട്ട് അതിതേജസ്വിനി എന്ന് വെച്ചാൽ ആ പർവ്വതം മുഴുവൻ തിളങ്ങുന്ന മാതിരി അത്ര തേജസ്, കോടി സൂര്യപ്രഭയുള്ള ദേവി പ്രത്യക്ഷപ്പെടുകയാണ്. എല്ലാവരും അവരവരുടെ ആയുധങ്ങൾ, കുന്തം, വേല, ചക്രം, ശൂലം എല്ലാം കൊടുക്കും. എല്ലാ ദേവന്മാരും എല്ലാം കൊടുത്ത് സിംഹത്തിന്റെ മകളിലാണ് ആരൂഢയായിരിക്കുന്നത്. മനസ്സിലായില്ലേ? വാഹനമായിട്ടൊരു സിംഹത്തിനെ നൽകിയിട്ട് സർവ ആയുധങ്ങളും സർവാഭരണ വിഭൂഷിതായിട്ട് അതിതേജസ്വിനിയും അതിമനോമോഹിനിയുമായ ഒരു സ്ത്രീ രൂപമാണ് അവരവിടെ ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ അതിനെ ദുർഗ എന്ന് വിളിച്ചിട്ട്, അപ്പൊ ദേവി ഒരു സിംഹത്തിന്റെ മകളിലാണ് നിൽക്കുന്നത്. എന്താണ് സിംഹം? സിംഹം എന്ന് വെച്ചാൽ എന്താണ്? കാട്ടിലെ രാജാവല്ലേ സിംഹം? ആനിമൽസിന്റെ കിങ് ഓഫ് ആനിമൽസ് ആണ് സിംഹം. അതിന്റെ സ്വഭാവം എന്താണ്? അത് ഒറ്റയ്ക്കേ സഞ്ചരിക്കുള്ളൂ. പിന്നെ വേറൊരു മൃഗം കൊന്ന ഒരു വസ്തു ആ സിംഹം കഴിക്കില്ല. അതുപോലെ വീര്യം, നിർഭയത്വം, രാജത്വം, ശക്തി, ബലം ഇതെല്ലാം കാണിക്കുന്നതിനാണ് സിംഹത്തിന്. അതാണ് സിംഹ പ്രതിനിധാനം ചെയ്യുന്നത്. പോത്തോ അലസത, മടി, എന്താ പറയാ, ഒരു മന്ദബുദ്ധി, ഒരു താമസികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, കറുപ്പാണ് പോത്തിന്റെ നിറവും, എല്ലാം തമസിനെ കാണിക്കുന്ന രൂപങ്ങളായിട്ടാണ് പോത്ത്. അത് മഹിഷം എന്നുള്ള അസുരൻ പോത്ത്. അപ്പൊ അങ്ങനെ പോത്തായ അസുരനെ, മഹിഷാസുരനെ ദേവി അങ്ങനെ വധിക്കുകയാണ്. അവസാന ഭാഗം, ഉത്തരഭാഗത്തില് 5 തൊട്ട് 13 വരെയുള്ള ആകപ്പാടെ 13 അധ്യായങ്ങളില് 700 ശ്ലോകങ്ങളാണ് ഉള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതില് 5 തൊട്ട് 13 വരെയുള്ള ശ്ലോകത്തില് ദേവിയെ മഹാസരസ്വതിയുടെ രൂപത്തിൽ ചിത്രീകരിക്കുന്നു. അപ്പം ദേവിയെ എന്തൊക്കെയാണ്? പാർവതി, ലക്ഷ്മി, അതായത് നമ്മുടെ 3 ശക്തികൾ തന്നെ മഹാസരസ്വതി ആയിട്ടാണ്. പാർവതി ദേവിയുടെ പരാശക്തിയുടെ കോശങ്ങളിൽ നിന്നും വന്നതുകൊണ്ട് ദേവിക്ക് കൗശികി എന്ന പേര് കിട്ടും. അപ്പൊ സരസ്വതി ദേവിയുടെ ഒരു പേര് കൗശികി എന്നാണ്. എന്തുകൊണ്ടാണ്? പാർവതി ദേവിയുടെ കോശങ്ങളിൽ നിന്നാണ് കൗശികി ദേവി ഉത്ഭവിക്കുന്നത്. ദേവി ശക്തിയുടെ ഇരുണ്ട പരിവർത്തന ഗുണങ്ങളെയാണ് മഹാകാളി പ്രതിനിധാനം ചെയ്യുന്നത്. 7-ാം അധ്യായത്തിലാണ് കാളി ഉത്ഭവിക്കുന്നത്. അതായത് ചണ്ഡമുണ്ടയുടെ രൂപത്തിൽ പരാശക്തിയുടെ പുരികങ്ങളിൽ നിന്നാണ്. ചണ്ഡനും മുണ്ടനും എന്ന് പറഞ്ഞ 2 അസുരന്മാരുണ്ടല്ലോ, അവരെ വധിക്കുവാനായിട്ട് ദേവിക്ക് എല്ലാ ശക്തികളും, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സില്, നവദുർഗകളും സപ്തമാതാക്കളും എല്ലാം ദേവിയിൽ നിന്ന് തന്നെ പുറപ്പെട്ടു വരുന്ന ഈ ശക്തികളും മാതാക്കളും എല്ലാം തന്നെ ദേവിയെ സഹായിക്കാനായിട്ട്, യുദ്ധത്തിൽ സഹായിക്കാനായിട്ട് കൂടുകയാണ്. അങ്ങനെ പരാശക്തിയുടെ പുരികങ്ങളിൽ നിന്നാണ് ചാമുണ്ട ഉണ്ടായത്. ചണ്ഡമുണ്ടാസുരനെ വധിച്ചതുകൊണ്ട് ചാമുണ്ഡി എന്നും ചാമുണ്ട എന്നും ദേവി തന്നെ പേര് കൊടുക്കുകയാണ്. ദേവി പറഞ്ഞു, നീ അവരെ കൊന്നില്ലേ, അതുകൊണ്ട് നിനക്ക് നിന്നെ ചാമുണ്ഡി എന്നറിയപ്പെടും. നമ്മൾ വായിച്ചു പോകുമ്പോൾ അറിയാം, അതിൽ പറയുന്നുണ്ട്. അപ്പൊ ദേവന്മാരെ ഭയപ്പെടുത്തുന്ന ശക്തരായ അസുരന്മാരെ പരാജയപ്പെടുത്തുന്ന രക്തബീജന്റെ ഓരോ തുള്ളി രക്തവും ഭൂമിയിൽ വീണാൽ മറ്റൊരു രക്തബീജൻ ഉണ്ടാവും. ഒരു തുള്ളിയിൽ നിന്ന് ഒരു രക്തബീജൻ, അങ്ങനെ രക്തമിങ്ങനെ ഒഴുകുമ്പോഴത്തേക്കും അവിടെ ലോകം മുഴുവൻ രക്തബീജന്മാരാവും. അപ്പൊ എന്ത് ചെയ്യും? ദേവി തന്നെ അന്താളിച്ചു പോയി. നീ ഇപ്പൊ എന്താ ചെയ്യ? ദേവം മുഴുവൻ ലോകം, അവൻ രക്തബീജനാണെങ്കിൽ ഭയങ്കര വീരനുമാണ്, അത് ഭയങ്കര ശക്തനുമാണ്. അപ്പൊ ഇത്രയും വലിയ ശക്തിയുള്ള ഇത്രയും രക്തബീജന്മാരെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് ഐഡിയ വന്നത്, തുള്ളി രക്തം പോലും താഴെ വീഴരുത്. ഭൂമിയിൽ രക്തം വീഴാൻ പാടില്ല. അതാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്ന വരം. വീണാൽ അതിൽ നിന്ന് ആ ഓരോ തുള്ളിയിൽ നിന്നും ഒരു രക്തബീജൻ ഉണ്ടാവും. അപ്പൊ പിന്നെ എന്താ കരണീയം? ഒരു കരണീയമേ ഉള്ളൂ, രക്തം വീഴാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്തു? ദേവി കാളിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ വായ മുഴുവൻ തുറന്നിട്ട്
ആ രക്തം മുഴുവൻ താഴെ വീഴാതെ നോക്കണം. ഓരോ തുള്ളി രക്തവും വീഴാതെ നോക്കണം എന്ന് പറയും. അപ്പൊ കൗശികി പല ആയുധങ്ങൾ കൊണ്ട് വീണ്ടും വീണ്ടും ആക്രമിക്കുമ്പോഴത്തേക്കും ആക്രമിക്കണം. എന്തിനറിയോ? രക്തം പുറത്തു വരാൻ. രക്തം പുറത്തു വരുമ്പോ കാളി ദേവി അതെല്ലാം എടുക്കും. നാക്കുകൊണ്ട് താഴെ വീഴാതെ കുടിച്ചെടുക്കണം. കാളിയുടെ നാവ് ഇങ്ങനെ രക്ത നിറത്തിലിരിക്കുന്ന രക്തം കുടിക്കുകയാണ്. അങ്ങനെ എന്തിനാണ് കൗശികി അങ്ങനെ ആയുധങ്ങൾ ഉപയോഗിച്ചത്? രക്തം വീഴുന്ന അറിയാമല്ലോ. എന്നിട്ടും എന്തിനാണ് ആയുധങ്ങൾ ഉപയോഗിച്ചത്? കാരണം രക്തം ദേഹത്തുള്ളിടത്തോളം അവന് ശക്തി ഉണ്ടാവും. രക്തം വാർന്നാലല്ലേ മരിച്ചു പോവുള്ളൂ. രക്തം വാർന്നു പോണം. അപ്പൊ രക്തം വാർന്നു പോകണമെങ്കിൽ ആയുധ പ്രയോഗം വേണം. ആയുധം പ്രയോഗിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ മുറിക്കുമ്പോൾ രക്തം വാർന്നു പോകും. ആ രക്തം താഴെ വീഴാതെ നോക്കാൻ കാളിയെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് നിർവീര്യനാക്കി, ആ രക്തബീജനെ നിർവീര്യനാക്കി ദേവി അവനെ വധിക്കും. അധ്യായം 10 ശുംഭ നിശുംഭന്മാരുടെ വധമാണ്. അവരും ബ്രദേഴ്സ് ആണ്, ശുംഭനും നിശുംഭനും. രക്തബീജൻ അവരുടെ അനന്തരവനാണ് ഈ രാക്ഷസന്മാരുടെ. ദേവിയും കാളിയും മറ്റു മഹാദേവി ശക്തികളും ചേർന്ന് ശുംഭ നിശുംഭന്മാരെ വധിക്കും. ശുംഭനുമായുള്ള യുദ്ധത്തിൽ എല്ലാ ദേവീ രൂപങ്ങളും പരാശക്തിയിൽ ലയിക്കുകയാണ്. ദേവി ഒറ്റയ്ക്കാണ് പിന്നെ യുദ്ധം ചെയ്യുന്നത്. എല്ലാ ദേവിമാരും ദേവിയിൽ നിന്ന് പുറപ്പെട്ടു വന്നവരായിരുന്നു. അവരെല്ലാവരും ദേവിയിൽ തന്നെ വീണ്ടും ലയിച്ചു ചേരും. എന്നിട്ട് ദേവി തന്നെ അവരെ ഈ 3 കഥകളും ബാഹ്യവും ആന്തരികവുമായ അനുഭവങ്ങളുടെ ഉപമകളാണ്. നമ്മുടെ പുരാണങ്ങളിലെ എല്ലാ കഥകൾക്കും ആന്തരികമായ അർത്ഥമുണ്ട്. ഒരെണ്ണം പോലും വെറുതെ എഴുതിയ കഥകളല്ല. ഇതിപ്പോ എന്താ ഈ ഭീകരമായ യുദ്ധമല്ലേ? ഇത് ഇപ്പൊ വർണ്ണിക്കാൻ എന്തിരിക്കണമെന്ന് നമുക്ക് തോന്നും. യുദ്ധമല്ല ഇവിടെ വർണ്ണിക്കുന്നത്. ഇവിടെ ആന്തരിക അർത്ഥം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ വേറെ യുദ്ധത്തിന്റെ കഥ വായിക്കുന്ന പോലെ ഇരിക്കും. നമ്മൾ യുദ്ധത്തിന്റെ കഥയല്ല വായിക്കുന്നത്. ദേവിയുടെ പരമമായ ശക്തി. ദേവിക്ക് എന്ത് അസാധ്യമാണ്? ഒന്നും അസാധ്യമല്ല. മാത്രമല്ല എവിടെയൊക്കെ എപ്പോഴൊക്കെ ദുർഗുണങ്ങൾ തലപൊക്കുന്നുവോ മനുഷ്യരിൽ, ആ അസുര ശക്തികളെ, ആ ദുർഗുണങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവശക്തി ഉണ്ടാവുന്നു എന്നുള്ളതും കൂടെ കാണിക്കുകയാണ്. അപ്പോ ദേവിയുടെ ദുഷ്ടരായ എതിരാളികൾ ആരൊക്കെയാണ്? അധികാരം, സമ്പത്ത്, അഹങ്കാരം, വ്യാമോഹം എന്നിങ്ങനെയുള്ള മനുഷ്യ സഹജമായ പ്രതികൂല ഭാവങ്ങളാണ്. ഈ ശുംഭനും നിശുംഭനും ചണ്ടനും മുണ്ടനും എല്ലാം എന്താണ്? സ്ത്രീ ആയതുകൊണ്ട് ദേവിയെ അവമാനിക്കുക, അവളുടെ തലമുടി വലിച്ചഴിച്ചെങ്കിലും കൊണ്ടുപോവാ എന്നൊക്കെയാണ് പറയുന്നത്. മനസ്സിലായില്ലേ? വളരെ മോശമായ ഭാഷയിലാണ് സംസാരിക്കുന്നത് അസുരന്മാര്. അതൊക്കെ എന്താണ് കാണിക്കുന്നത്? അവന്റെ അഹങ്കാരം. സമ്പത്ത് ഒരുപാട്, എന്റെ വീട്ടിൽ എല്ലാ രത്നങ്ങളും ഉണ്ട്, നീ സ്ത്രീ രത്നമല്ലേ, നീയും കൂടെ വന്നോ എന്നൊക്കെയാണ് പറയുന്നത് ദേവി എടുത്ത്. അപ്പൊ ആ സമ്പത്തിന്റെ അഹങ്കാരം, അധികാരത്തിന്റെ അഹങ്കാരം, വ്യാമോഹം എല്ലാം അങ്ങ് അടക്കി പിടിച്ചു കളയാന്നുള്ള വ്യാമോഹം, അവനവന്റെ കഴിവിന് അതീതമായിട്ട് ചെയ്യാനുള്ള വ്യാമോഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ദേവിയെ സൂചിപ്പിക്കുന്നത് ഇവിടെ. ദേവിയുടെ യുദ്ധക്കളവും പ്രതീകാത്മകമായിട്ട് മനുഷ്യന്റെ ബലഹീനതകളെയാണ് ലക്ഷ്യമാക്കുന്നത്. ഗ്രന്ഥത്തിലെ ദേവിയുടെ സ്തുതികൾ ആത്മീയ വിവേചന ശക്തിയെ സൂചിപ്പിക്കുന്നു. 4 സ്തുതികളുണ്ടല്ലോ, നല്ല നല്ല രസകരമായ സ്തുതികളാണ്. നമുക്കിപ്പോ ദേവി മഹാത്മ്യം ദിവസവും വായിക്കാനൊന്നും ചിലപ്പോ പറ്റിയെന്ന് വരില്ല, കുഴപ്പമില്ല. പകരം എന്ത് വേണം? ഈ ദേവി സ്തുതികൾ വായിച്ചാൽ മതി. ദേവി സ്തുതികൾ വായിക്കാന്നുണ്ടെങ്കിൽ 11ാമത്തെ എന്തൊക്കെയാണെന്നറിയാമോ? വിമോചന ശക്തി, ആത്മീയമായ വിമോചന ശക്തിയാണ് ദേവി സ്തുതികൾ സൂചിപ്പിക്കുന്നത്. ഈ സ്തുതികൾ ദേവിയുടെ സ്വഭാവത്തെ ആത്മീയമായിട്ട് വിവരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോ തുടക്കത്തിൽ ബ്രഹ്മാവാണ് സ്തുതിക്കുന്നത്. പിന്നീട് ശക്രാദി ദേവന്മാർ, 4ാമത്തെ അധ്യായത്തില് ദേവന്മാരെല്ലാവരും ദേവിയെ സ്തുതിക്കുകയാണ് മഹിഷാസുരനെ കൊന്നു കഴിയുമ്പം. പിന്നെ അത് കഴിഞ്ഞിട്ട് യാ ദേവി എന്ന് പറഞ്ഞിട്ടൊരു സ്തുതിയാണ്. അത് താന്ത്രികം ദേവി സൂക്തമാണത്. അത് വളരെ നമ്മുടെ എല്ലാ പൂജകളിലും വളരെ പ്രധാനമായ ഒരിതാണ്. ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. ബംഗാളില് ഈ സമയത്ത് ഈ ചണ്ഡി പാരായണം ചെയ്യുന്നത് എന്തൊരു രസമാണ്. ബംഗാളി ഭാഷ ആണെന്നല്ല, അത് ബംഗാളി ഭാഷയല്ല, സംസ്കൃതം തന്നെയാണ്. അപ്പൊ അത് അതിമനോഹരമായിട്ട് പറയുന്നതാണ്. അദ്ദേഹം പറഞ്ഞിട്ട് വളരെ വളരെ വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം പറയുകയാണ്. അപ്പൊ ഇടയ്ക്കൊരു പ്രാവശ്യം പുതിയ ആൾക്കാരൊന്നപ്പോ പറഞ്ഞു, എത്രയോ കാലം കൊണ്ട് ഇങ്ങനെ പറയണം, നമുക്ക് പുതിയ രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞിട്ട് 1 വർഷം നമ്മൾ അവിടെ ഉള്ളപ്പോഴാണ് 1 വർഷം അതൊന്ന് മാറ്റി പറഞ്ഞു. ദൈവമേ, ഹോൾ ബംഗാൾ അങ്ങോട്ട് ഉയർന്നല്ലോ, പറ്റില്ല, ഇത് തന്നെ പറയണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് കൊണ്ടുവന്നു. അത് കേട്ട് നോക്കണം നിങ്ങള്.
അതിമനോഹരം എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിലൊക്കെ നമുക്ക് ഇങ്ങനെ രോമാഞ്ചം കൊള്ളും നമ്മള് കണ്ണിൽ. അദ്ദേഹം ഇങ്ങനെ ഗദ്ഗത കണ്ഠനായിട്ട് എന്ന് വെച്ചാൽ ബംഗാളില് ദേവി ദുർഗാപൂജ സമയത്തിന്റെ അവര് വിചാരിക്കണ എന്തെന്ന് വെച്ചാൽ ദേവി ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ ഭവനത്തിലേക്ക് വരികയാണ്. ഭർത്താവിന്റെ വീട്ടിൽ കൈലാസത്ത് നിന്ന് ദേവി ബംഗാൾ അവരുടെ മാതൃഭവനത്തിലേക്ക് വരുന്ന ദേവിയെ അമ്മ എങ്ങനെ സ്വീകരിക്കും അതുപോലെയാണ്. എന്ത് നല്ല രസമാണ് അറിയാം അവിടുത്തെ ആചാരങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയാണ് ദേവിയെ സ്വീകരിക്കുന്നത്. അപ്പൊ അമ്മ വരുന്നതായിട്ടാണ് അവര് മകൾ വീട്ടിലേക്ക് മടങ്ങി വരുന്ന ആ ഭാവത്തിലാണ് അവർ ദേവിയെ സ്വീകരിക്കുന്നത്. അപ്പൊ അത്രയും ഭക്തിയും അത്രയും സ്നേഹവും അത്രയും ഗദ്ഗതത്തോടു കൂടിയാണ് അദ്ദേഹം അത് പറയുന്നത്. കേൾക്കേണ്ടതാണ്, ഞാൻ ഇട്ടുതരാം. അപ്പൊ നമുക്ക് ഇതാണ് യാദേവി എന്നുള്ള സ്ഥിതി, യാദേവി സർവഭൂതേഷു. അത് പിന്നെ അവസാനം 11ാമത്തെ അധ്യായത്തിൽ നാരായണി സ്തുതി. അതാണ് നമ്മുടെ അമ്പലങ്ങളിലെല്ലാം പൂജയ്ക്ക് ഉപയോഗിക്കുന്നതാണ് നാരായണി സ്തുതി. അർച്ചനയ്ക്കൊക്കെ ഉപദേശിക്കുന്നത് ആ നാരായണി സ്തുതിയാണ്. അപ്പൊ അതും കൂടെ അതാണ് നാരായണി സ്തുതി. അപ്പൊ ഇന്ന് ഞാനിനി കാളിദേവിയെ പറ്റി പറയാം. കാളിദേവിയെ പറ്റി പറയാനുള്ള കാര്യം, നമുക്ക് ഒരുപാട് തരത്തിൽ കാളിയെ പറ്റി പറയുന്നുണ്ടല്ലോ. എനിക്ക് എല്ലാം കിട്ടുന്നത് ഫേസ്ബുക്കിൽ നിന്നാണ് കേട്ടോ. ഫേസ്ബുക്കിൽ ഓരോരുത്തര് പേരൊന്നും വെക്കൂല, കടപ്പാടെന്നൊക്കെ പറ്റി ഓരോരോ ഗ്രൂപ്പിലുള്ളവർ എഴുതിയിടും. അവർക്ക് വേറെ എവിടെന്നെങ്കിലും കിട്ടുന്നതായിരിക്കും. അത് കടപ്പാട് ആരുടെ നിന്നും വെക്കാറില്ല. അപ്പൊ ഞാൻ അതൊക്കെ എഴുതിയെടുക്കും. അപ്പൊ അതാണ് കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഇത് ദേവിയോടുള്ള പ്രാർത്ഥനയാണ്. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം പാലയ പാല. എൻ്റെ കുലവും എൻ്റെ കുലധർമ്മങ്ങളും എല്ലാം മഹാകാളി ഭദ്രകാളി കാളി ദേവി രക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥന. ആരാണ് കാളി? കാളി ദേവി ആരാണ്? പല 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 ആസ്പെക്റ്റിലാണ് കാളിദേവിയെ പറ്റി പറഞ്ഞത്. കാളിദേവി എങ്ങനെ ഉത്ഭവിച്ചു എന്നുള്ളതിന് പല കഥകളുണ്ട്. അതൊന്ന്, മധുകൈടവന്മാരെ വധിക്കുവാനായിട്ട് മഹാവിഷ്ണുവിനെ സഹായിക്കണമെന്ന് മഹാകാളിയായി ആദി പരാശക്തി ജന്മം കൊണ്ടു എന്നാണ് ഒരു കഥ. പരമശിവ പത്നി പാർവതി ദേവിയുടെ താമസഭാവമാണ് കാളി എന്ന ഒരു കൂട്ടർ. അതായത് രാജസഭാവം മഹാലക്ഷ്മിയും സ്വാത്വിക ഭാവം ആരാണ്? സരസ്വതി ദേവിയും. അതാണ് താമസഭാവമായിട്ട് കാളി ദേവി എന്ന് പറയുന്നു. സതീദേവി അഗ്നിയിൽ ചാടി ആത്മാഹൂതി ചെയ്തപ്പോൾ നമുക്കറിയാമല്ലോ, പരമശിവൻ ദേഷ്യവും സങ്കടവും സഹിക്കാതെ സ്വന്തം ജട പറിച്ച് നിലത്തടിച്ചു. അതിൽ നിന്നാണ് ഭൈരവമൂർത്തിയും കാളിയും ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു കഥ രണ്ടുപേരോടും പറയണ പോയി ചെന്ന് ശരിപ്പെടുത്താൻ. ചണ്ടമുണ്ടന്മാരെ വധിക്കുവാനായിട്ട് ചണ്ഡിക പരമേശ്വരിയുടെ പുരികത്തിൽ നിന്നാണ് ദേവി ഉദിച്ചതെന്നും ചാമുണ്ടി എന്നാണ് കാളിയെ പറയുന്നതെന്നുമാണ് വേറൊരു കഥ. സഹസ്രമുഖ രാവണൻ, അയാളെ വധിക്കുവാനായിട്ട് സീതാദേവി കാളിയായിട്ട് മാറുന്നുണ്ട്. സീതാദേവി മഹാലക്ഷ്മിയുടെ അവതാരമാണല്ലോ. അപ്പം രാവണനെ വധിക്കുവാൻ, രാവണൻ എന്താണ്, ഓരോ തല വീഴുമ്പോഴും വേറൊരു തല പൊങ്ങി വരും രാവണന്റെ. ഒരിക്കലും രാവണനെ കൊല്ലാൻ പറ്റില്ല. അതാണ് സഹസ്രമുഖ രാവണൻ എന്ന് പറയുന്നത്. സരസിംഹാവതാരം എടുത്ത മഹാവിഷ്ണുവിന്റെ കോപം തണുപ്പിക്കുവാൻ കാലഭൈരവൻ ആരാണ്? മഹാദേവൻ, ശിവൻ. കാലഭൈരവന്റെ 3ാം കണ്ണിലെ അഗ്നിയിൽ നിന്നും കാളി ജനിക്കുന്നു. ഈ കാളിയെ നാരസിംഹി എന്നും പ്രത്യങ്കിര എന്നും വിളിച്ചു വരുന്നു. എന്താണ്? നാരസിംഹിയും പ്രത്യങ്കിരയും 2 പേരുണ്ട് ദേവിക്ക്. കാലഭൈരവന്റെ തൃക്കണ്ണിൽ നിന്ന് വന്ന ദേവി. ദാരികവധത്തിന്, നമ്മുടെ നാട്ടിലുള്ള ഇതാണ് കേട്ടോ, ദാരികവധത്തിന് പരമശിവന്റെ 3ാം തൃക്കണ്ണിൽ നിന്ന് ഉണ്ടായതാണ് ശിവപുത്രി എന്നറിയപ്പെടുന്ന ഭദ്രകാളി. നമ്മുടെ കേരളത്തിലെ ഭദ്രകാളിയാണ് നമ്മൾ കൂടുതലും, മിക്കവാറും എല്ലാവരുടെ ഭവനങ്ങളിലും ഭദ്രകാളിയാണ് പിന്നെ ദേവതയായിട്ട് വെച്ചിരിക്കുന്നത്. ഭരദേവത അല്ലേ? പരദേവത നമ്മൾ ഭരിക്കുന്ന ദേവത ഭരദേവത. ദാരികവധത്തിന് പരമശിവന്റെ 3ാം തൃക്കണ്ണിൽ നിന്ന് ഉണ്ടായതാണ് ശിവപുത്രി എന്നറിയപ്പെടുന്ന ഭദ്രകാളി. വൈതാളികയാണ് ഇവിടെ കാളി. വേതാളത്തിന്റെ തോളിലാണ് സഞ്ചരിക്കുന്നത്. വേതാളം എന്താണ്? ശവവാഹന എന്ന് പറയും വേതാളം. പഞ്ചഭൂതങ്ങളിൽ നിന്ന് അഗ്നിയാണ് കാളി. എന്നുവെച്ചാൽ അത്രയ്ക്ക് തീക്ഷ്ണയാണ് കാളിദേവി.
അഗ്നി പോലെ എല്ലാം ചുട്ടുകരിക്കുന്നവൾ, അഗ്നി പോലെ എല്ലാം പരിശുദ്ധയാക്കുന്നവൾ, അഗ്നി പോലെ തീക്ഷ്ണയായിട്ടുള്ളവൾ. അതാണ് കാളിയുടെ നിവാസം നവഗ്രഹങ്ങളിലെ ചൊവ്വാഗ്രഹത്തിലാണ് അത്രേ കാളിദേവി വസിക്കുന്നത്. കേരളത്തിലെ കാളി സങ്കല്പം ദാരിക വധോദ്യുക്തയായ, ഞാൻ പറഞ്ഞില്ലേ, കാളിദേവി തന്നെയാണ് മഹാകാളി. ഭദ്രകാളിയായിട്ടാണ് നമ്മൾ കേരളത്തിൽ ദേവിയെ ആരാധിക്കുന്നത്. 6000 വർഷങ്ങൾക്ക് മുൻപ് മുതൽ അമ്മ ദൈവാരാധന ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു. ശാക്തേയരാണ് അന്നത്തെ ദേവി ഉപാസകർ. അന്നത്തെ കാലത്ത് വൈഷ്ണവരും ശാക്തരും പിന്നെ ശൈവരും പ്രത്യേകമാണ് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യണം. അവർ പരസ്പരം ഒന്നും ഒരുമിച്ച് ചെയ്യില്ലായിരുന്നു. പക്ഷേ ദേവിയുടെ ശക്തിയെ എല്ലാവരും അംഗീകരിച്ചിരുന്നു. അതാണ് മദ്യവും മൃഗബലിയും യുദ്ധത്തിന് പോകും മുൻപ് ദേവിക്ക് നേദിക്കുന്ന സമ്പ്രദായം അന്നു മുതലേ ഉണ്ടെന്ന് ചരിത്രം. ശാക്തേയർ പ്രകൃതിയെ തന്നെ കാളീശ്വരിയായിട്ട് സങ്കല്പിച്ചപ്പോൾ തപോധനരായ ഋഷീശ്വരന്മാർ നമ്മുടെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്ന കുണ്ടലിനി ശക്തിയായും ഇച്ഛാശക്തിയായും കാളിയെ സങ്കല്പിച്ചു. അതായത് നമ്മള് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പാകുമ്പോഴേ ശാക്തേയർ പ്രകൃതി തന്നെയാണ് കാളി ദേവി എന്ന് പറയുന്നു. അതേ സമയത്ത് തപോധനരായ ഋഷീശ്വരന്മാര് അവര് സാത്വികമായിട്ടുള്ളത് മാത്രം കാണുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് അവര് പറയുന്നത് ദേവി നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. നമ്മുടെ കുണ്ടലിനി ശക്തി അറിയാലോ, കുണ്ടലിനിയെ പറ്റി എല്ലാവർക്കും അറിയാം. ഇതിനകം എല്ലാവർക്കും കുറേ കാര്യങ്ങൾ അറിയാം. അപ്പൊ അത് കുണ്ടലിനി ശക്തി തന്നെയാണ് ദേവി എന്നും, ദേവി തന്നെയാണ് നമ്മളെ ഉള്ളിലെ ഇച്ഛാശക്തി. ജ്ഞാനശക്തി സരസ്വതി ദേവി, കാളി ദേവി തന്നെയാണ് നമ്മുടെ ഉള്ളിലെ ഇച്ഛാശക്തി എന്ന് പറയുന്നു. ദേവി ഭാഗവതത്തിൽ പറയുന്നത് അന്നം തരുന്ന അന്നപൂർണേശ്വരിയും മരണം വന്നെത്തുമ്പോൾ നമ്മുടെ അതുവരെയുള്ള കർമ്മങ്ങളെ ചോദ്യം ചെയ്യുന്ന കാളരാത്രിയും കാളിയം തന്നെയാണ് പറയുന്നു. മൃത്യുദണ്ഡം ദേവി തന്നെയാണെന്ന് സാരം. അതായത് മൃത്യുവിന്റെ ദേവതയും കാളി ദേവി തന്നെയാണ്. യമനെ പോലും അടക്കി ഭരിക്കുവാൻ കഴിവുള്ള ദേവി. കാളരാത്രിയും ചണ്ഡികയും ചാമുണ്ടിയും പ്രത്യങ്കിരയും എല്ലാം ഒരേ കാളി തന്നെ. സ്ത്രീ അമ്മ, സ്ത്രീ രക്ഷകയാണ്. എല്ലാം ആ മാതൃരൂപിണിയാണ്. കാളി സങ്കല്പത്തിന് മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണുള്ളത് എന്ന് നോക്കാം. കാളി എന്ന് പറയുമ്പോൾ കാലി എന്നും പറയാം അല്ലേ? കാലി എന്നാൽ കാലം, സമയം. അത് കാളി എന്നാൽ കാളുന്നവൾ, അതാണ് അഗ്നി എന്ന് പറയുന്നത്. കാളുന്നവൾ, തിളങ്ങുന്നവൾ, കത്തുന്നവൾ, ഇല്ലായ്മ ചെയ്യുന്നവൾ എന്നാണ് അർത്ഥം. കാളി എന്നാൽ കറുത്തവൾ എന്നും അർത്ഥമുണ്ട്. കാളിദേവി എപ്പോഴും കറുപ്പായിട്ടാണല്ലോ, കറുത്ത രൂപത്തിലാണല്ലോ കാളിദേവിയെ നമ്മൾ കണ്ടിട്ടുള്ളത് എല്ലാ പ്രതിമകളും ഒക്കെ. പുറത്തേക്ക് തൂക്കിയ നാവ് മഹാമൗനത്തെ സൂചിപ്പിക്കുന്നു. നാവിൽ ഉള്ളി കിടന്നാലാണ് ഇങ്ങനെ കലപിലാന്ന് നമ്മൾ സംസാരിക്കണേ. നാവ് പുറത്തേക്കിട്ടാൽ സംസാരിക്കാൻ പറ്റില്ല. അത് എന്തിനെ സൂചിപ്പിക്കുന്നു? മഹാമൗനത്തെ സൂചിപ്പിക്കുന്നു. മൗനം എന്ന് പറയുന്നത് തപസ്സാണ്. മൗനം തപസ്സാണ്, ധ്യാനാവസ്ഥയാണ്. അത് മഹത്തരവുമാണ്. നമ്മൾ നാക്ക് പുറത്തിട്ട് നമുക്ക് മിണ്ടാൻ പറ്റൂല, അല്ലെങ്കിൽ കുറച്ച് വായിൽ വെള്ളം വെച്ചാലും മിണ്ടാൻ പറ്റൂല. അപ്പൊ ദേവി നാക്ക് പുറത്തിട്ടേക്കാണ്. അത് സൂചിപ്പിക്കുന്നത് മൗനം, മഹാമൗനം, ധ്യാനാവസ്ഥ എന്നീ മഹത്തരമായ അവസ്ഥയാണ് കാണിക്കുന്നത്. കറുകറുത്ത ഉടൽ ലോകത്തിന്റെ മിഴിയിലെ കറുത്ത കൃഷ്ണമണിയെ സൂചിപ്പിക്കുന്നു. നമ്മുടെ കണ്ണിലുള്ള കറുത്ത കൃഷ്ണമണി ഉണ്ടല്ലോ, കണ്ണുണ്ട്, പക്ഷെ കൃഷ്ണമണി ഉണ്ടെങ്കിലേ കാണാനാവൂ. ആ കാഴ്ചക്കാണ് മിഴി എന്ന് പറയുന്നത്. മിഴി, നമ്മുടെ കണ്ണിനകത്തുള്ള കൃഷ്ണമണിക്കാണ് മിഴി എന്ന് പറയുന്നത്. മിഴി രണ്ടും ആ മിഴിയാണ് കാളി. ആ കറുപ്പിന്റെ പൊരുൾ ആ മിഴിയാണ്. അതായത് നമുക്ക് കാണാനുള്ള കഴിവ്, കാണുന്നതിൽ വേണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. വളരെയധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് കാഴ്ചയിലൂടെയാണ്. അപ്പോൾ കാഴ്ച അല്ല പൊരുൾ ദേവി തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പം ഈ പ്രപഞ്ചത്തിന്റെ മിഴിയാണ് ദേവി. അതുകൊണ്ടാണ് കറുത്ത രൂപത്തിൽ ദേവിയെ വെച്ചിരിക്കുന്നത്. അറുത്തെടുത്ത ശിരസാണ് ഇങ്ങനെ ഇട്ടിരിക്കണം മാലയായിട്ടില്ലേ. ശിരസ് അറുത്തെടുത്തിരിക്കുന്നു. ശിരസ് എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ശിരസ് ബുദ്ധി അല്ലേ? ബുദ്ധി, അഹംബോധം, അഹംബോധം തന്നെ കൂടിയ തരത്തില് വെറും മോശമായി താമസിക്കുമ്പോൾ അഹങ്കാരം, അഹന്ത എന്നൊക്കെയുള്ള വളരെ മോശപ്പെട്ട സ്വഭാവമായിട്ട് മാറുന്നു. ആ അഹംബോധം ജീവികളിൽ ഉണ്ടാവുന്നത് തലച്ചോറിൽ നിന്നാണ്. ആ അഹംബോധം വെട്ടിമാറ്റിയാൽ മാത്രമേ നാം അറിയൂ. ഈ അഹംബോധം ഈഗോ എന്ന് ഇംഗ്ലീഷിൽ പറയും.
ഈഗോ ഉള്ളിടത്തോളം കാലം നമുക്ക് ഒന്നും മനസ്സിലാവില്ല, നമുക്ക് നമ്മളെ പറ്റി അറിയാനേ കഴിയില്ല. അഹന്ത ഉള്ളിടത്തോളം കാലം, അഹംബോധം ഉള്ളിടത്തോളം കാലം. അപ്പം ഈ തലകൾ ഇങ്ങനെ മാലയാക്കിയിട്ടിരിക്കുന്ന അർത്ഥം അഹംബോധം അറുത്തു മാറ്റിയ എന്നുള്ള, അത് ശിരസിനെ സൂചിപ്പിക്കാനാണ് ആ തല വെട്ടിയത് ഇട്ടിരിക്കുന്നത്. ഇനി അരയിലോ, വെട്ടിയെടുത്ത കൈകളുടെ മാലയാണ്. അരയില് അരഞ്ഞാണം പോലെ ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒഡ്യാണം പോലെ ഇട്ടിരിക്കുന്നത് വെട്ടിയെടുത്ത കൈകളുടെ മാലയാണ്. എന്താണ്? മനുഷ്യർ ഒന്ന് പറയും, ഒന്ന് പ്രവർത്തിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നു അല്ലേ? ചിന്തിക്കുന്ന അനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ, പറയണമെങ്കിൽ നാവ് വേണം, അത് പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പൊ മഹാമൗനം, ഒന്നും പറയണ്ട. പ്രവർത്തിക്കണമെങ്കിൽ കൈ വേണം, കൈ അങ്ങ് വെട്ടി മാറ്റിയാൽ പിന്നെ പ്രവർത്തിക്കും വേണ്ടല്ലോ. അതുകൊണ്ട് ഈ പ്രവർത്തിക്കുന്നത് കൈ കൊണ്ടാണ്. നമ്മുടെ പ്രവർത്തികൾ നമ്മെ സ്വർഗ നരകങ്ങളിൽ എത്തിക്കുന്നു. നമ്മൾ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു അതനുസരിച്ചാണ് നമുക്ക് സ്വർഗവും നരകവും കിട്ടുന്നത്. നരകവും സ്വർഗവും ഒക്കെ ഭൂമിയിൽ തന്നെയാണ്. നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ള ഓരോന്ന് നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് നരക അനുഭവവും സ്വർഗാനുഭവവും ഭൂമിയിൽ തന്നെ ഉണ്ടാകും. നന്മ ചെയ്ത് ജീവിക്കുന്നവർക്ക് സ്വർഗാനുഭവം, തിന്മ ചെയ്ത് ജീവിക്കുന്നവർക്ക് നരകാനുഭവം. ആദ്യമൊക്കെ നമുക്ക് തോന്നും ഒരു വളരെ സുഖമായിട്ടിരിക്കുകയാണെന്ന്, പക്ഷെ അതിന്റെ ഉള്ളിൽ നരകം തന്നെ ആയിരിക്കും, സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തികൾ വളരെ നിയന്ത്രണത്തോടെയും ജ്ഞാനത്തിൽ അധിഷ്ഠിതമായും ചെയ്യുക എന്ന സന്ദേശമാണ് കാളീദേവി നമുക്ക് ഈ കൈകളിലൂടെ നൽകുന്നത്. അറുത്തെടുത്ത കൈ ഒഡ്യാനമായിട്ട് ധരിക്കുന്നതിലൂടെ നമുക്ക് തന്നിരിക്കുന്നത്. ഏറ്റവും ഭീകരമായതിനെ, ഏറ്റവും ഭീകരമായ ഒരു വസ്തു, ഫോർ എക്സാമ്പിൾ ഒരു കൊലപാതകി ആയിട്ടൊരാള്, ഒരു കുഞ്ഞിന് അങ്ങനെ തോന്നുമോ? അവന്റെ അച്ഛനാണ്, അയാളെ കാണുന്നത് എങ്ങനെയായിരിക്കും? ഭീകരനായ കൊലപാതകയെ ഒരു കുട്ടി കാണുന്നത് സ്വന്തം അച്ഛനായിട്ടായിരിക്കും. അപ്പൊ അവനൊരു ഭയവും ഇല്ല അല്ലെ? നമുക്കൊക്കെ ഭയം തരുന്ന ആള് അവന് ഭയം ഉണ്ടാക്കുന്നില്ല. അതുപോലെ ഏറ്റവും ഭീകരമായ എന്തിനേയും നമ്മുടെ അമ്മയാണെന്ന് കരുതിയാൽ, നമ്മുടെ സ്വന്തമാണെന്ന് കരുതിയാൽ നമുക്ക് ഒരു ഭീതിയും ഉണ്ടാവില്ല. അപ്പോ അമ്മയായി കരുതുമ്പോ ഒട്ടും ഭയമില്ല. കുഞ്ഞിന് സ്വന്തം അമ്മയെ ഭയക്കാനാകുമോ? അതാണ് ഭീകരമായ ഈ ആകാര വടിവെന്ന് പുരാണങ്ങൾ പറയുന്നു. ഭദ്രകാളി എന്നാൽ ഭയത്തെ കളയുന്നവൾ എന്നാണ് അർത്ഥം. അന്ധകാരമായ രാത്രിയെ കളഞ്ഞ് ജ്ഞാനത്തിന്റെ വെളിച്ചം നൽകുന്നവളാണ് കാളീദേവി എന്ന് പറയുന്നു. ഇതാണ് കാളിയെ പറ്റിയുള്ള ഞാൻ പറയാന്ന് പറഞ്ഞിരുന്നില്ലേ? ഇപ്പൊ കാളീദേവിയെ പറ്റിയുള്ള വർണ്ണനയാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ കാളി, മഹാകാളി, ഭദ്രകാളി എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. കാളി കാളി മഹാകാളി കപാലിനി, കാളി കാളി മഹാകാളി കപാലിനി, ദുർഗ ദുർഗ ദേവി ദുർഗതി നാശിനി, ദുർഗ ദുർഗ ദേവി ദുർഗതി നാശിനി, കാളി കാളി മഹാകാളി കപാലിനി. ഇനി നമ്മൾ പറയാൻ പോണത് 7 ദിവസം കൊണ്ട് നമുക്ക് ഒരാവർത്തി ഇത് വായിക്കാം. 7 ദിവസം കൊണ്ട്. അല്ല, നമുക്കതിനെ ആദ്യം തന്നെ ഇതില് നവാംഗം എന്നൊരു സംഗതി ഉണ്ട് നമ്മുടെ ദേവി മഹാത്മ്യത്തില്. ഈ ദേവി മഹാത്മ്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ചെറിയ പുസ്തകമായിട്ടും കിട്ടും കേട്ടോ. ദേവി മഹാത്മ്യം വലിയ പുസ്തകവും കിട്ടും, ചെറിയ പുസ്തകവും കിട്ടും. എല്ലാവരോടും എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എല്ലാവരും അടുത്ത ആഴ്ച നമ്മൾ ക്ലാസ് പാരായണം തുടങ്ങി അർത്ഥം പറയാൻ പോവാണ്. അപ്പൊ ഈ പുസ്തകം കയ്യിലുണ്ടെങ്കിൽ വളരെ ഉപകാരപ്പെടും. കാരണം ഒരു പുസ്തകം ഏതെങ്കിലും, ഇതല്ല വേറെ, ദേവി മഹാത്മ്യം കയ്യിലുണ്ടെങ്കിലേ നമുക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സ്തോത്രം വായിക്കുമ്പോൾ ആ സ്തോത്രം ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ശരിയായിട്ട് അർത്ഥം മനസ്സിലാവുള്ളൂ. ഇഷ്ടംപോലെ എല്ലാ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരുപാട് നല്ല കടകളിലെല്ലാം, പുസ്തക ഷോപ്പിലെല്ലാം ദേവി മഹാത്മ്യം കിട്ടും, വലുതും ചെറുതും ഒക്കെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് എന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ അടുത്ത് വളരെ വളരെ വർഷങ്ങളായിട്ടുള്ള പുസ്തകമാണിത്, ദേവി മഹാത്മ്യം. അപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട് 7 ദിവസം കൊണ്ട് പാരായണം ചെയ്യാം, നവരാത്രിക്ക് 9 ദിവസം കൊണ്ടും പാരായണം ചെയ്യാം, കർക്കിടക മാസത്തിൽ ദിവസവും പാരായണം ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വേണ്ട, എല്ലാ ദിവസവും ഒരു നാരായണ സ്തുതി പാരായണം ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ പകുതി വെച്ച് നിർത്തരുത്. ഒരു ചാപ്റ്റർ തുടങ്ങി അത് മുഴുവൻ, ചെറിയതായിരിക്കും, ഒരു 15 മിനിറ്റ് ഒക്കെ എടുത്താൽ തീരും. അപ്പൊ അത് ഡെയിലി വായിക്കുമ്പം 13 പിന്നെ 9 നവകം, പിന്നെ ദുർഗാസ്തുതി, രാത്രി സ്തുതി, പിന്നെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് പലതും
വായിച്ചിട്ട് പുസ്തകത്തിലുള്ള എല്ലാം കൂടെ 13 അധ്യായമേ ഉണ്ടെങ്കിലും ബാക്കി കുറെ കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പൊ അതുമൊക്കെ നമുക്ക് ഓരോ ദിവസം ഓരോന്ന് വെച്ചിട്ട് ദിവസവും വായിക്കാം. എല്ലാ ദിവസവും ഈ പുസ്തകം മുഴുവൻ വായിച്ചു തീർക്കാനും നമുക്ക് ആർക്കും പറ്റില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ അപ്പൊ 7 ദിവസത്തിനുള്ള വിധിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സപ്തം, അതായത് സപ്താഹമായിട്ട് വായിക്കാൻ. അതിനെങ്ങനെ ഒരാവർത്തി പാരായണം, ഇത് പല ആവർത്തി പാരായണം ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളൊക്കെ ഒരുപാട് ദേവി മഹാത്മ്യ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പല ആവർത്തി വായിക്കുമ്പോൾ എന്തൊക്കെ ബാധകൾ ഒഴിയും, എന്തൊക്കെ ശല്യങ്ങൾ ഒഴിയും, എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 7 ദിവസം കൊണ്ട് ഒരാവർത്തി ഒറ്റ പ്രാവശ്യം വായിക്കുന്നതിനാണ് താഴെ കൊടുക്കുന്നത്. 1, ഞായറാഴ്ച തുടങ്ങിയാൽ, ഏത് ദിവസം തുടങ്ങിയാലും ആ ദിവസം ഈ 1-ാം ദിവസത്തെ ഏത് വായിക്കുന്നു അത്രയും വായിക്കണം. നവാംഗം എന്ന് പറയുമ്പോൾ 9 എണ്ണം ഉണ്ട്, കവചം ഉൾപ്പെടെ 9 സ്തോത്രങ്ങളാണ് അതിലുള്ളത്. നവാംഗത്തോടു കൂടിയാണ്. എല്ലാ ദിവസവും നവാംഗം വായിക്കണ്ട. ആദ്യത്തെ ദിവസം വായിച്ചിട്ട് അതിൽ 2-3 മന്ത്രങ്ങൾ ഞാൻ പറഞ്ഞുതരാം, അത് മാത്രം നമ്മൾ ദിവസം വായിച്ചാൽ മതി. മുഴുവൻ വായിക്കണ്ട. എന്നിട്ട് ആദ്യ പ്രാവശ്യം വായിക്കുമ്പോൾ 1-ാം ദിവസം മാത്രം അത് വായിച്ചാൽ മതി. നവാംഗവും 1-ാം അധ്യായവും വായിക്കണം. അത് കുറച്ച് സമയം എടുക്കും. ആദ്യമായിട്ട് വായിച്ചു തുടങ്ങുന്നവർക്ക് കുറച്ച് കൂടുതൽ സമയം എടുക്കും. അപ്പൊ അതനുസരിച്ച് വേണം ഇരിക്കാൻ. ആരും വിളിക്കാത്ത സമയം, ഫോൺ വരാത്ത സമയം, അല്ലെങ്കിൽ ഫോൺ ഓഫാക്കി വെക്കുക, അങ്ങനെയൊക്കെ നോക്കിയിട്ട് വിളക്ക് കത്തിച്ചിട്ട് നാം ജപിക്കാം. ഏത് സമയത്ത് വേണമെങ്കിലും ദേവിയുടെ ഇത് പറയാം. നമുക്ക് എപ്പോഴാണ് സൗകര്യം അപ്പം പറയാം. മനസ്സിലാവുന്നുണ്ട്? ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് സന്ധ്യയ്ക്ക് ദുർഗായാമൊക്കെ ആയിരിക്കും. പക്ഷെ ഏത് സമയത്ത് വേണമെങ്കിലും ദുർഗാ സപ്തശതി നമുക്ക് പറയാം. ദേവിയല്ലേ, ദേവിയുടെ നാമമൊക്കെ എപ്പോഴും പറയാം. ഞായറാഴ്ച 1-ാം ദിവസമായിട്ട് നമ്മൾ എടുക്കുകയാണ്. അന്നെന്താണ്? നവാംഗവും 1-ാമത്തെ അധ്യായവും വായിച്ചു തീർക്കണം. 2-ാം ദിവസം തിങ്കളാഴ്ച, അന്ന് 2-ഉം 3-ഉം അധ്യായങ്ങൾ വായിക്കണം. അപ്പൊ അതിനു മുമ്പ് കുറച്ച് മന്ത്രങ്ങൾ പറയണം. അവസാനം കുറച്ച് ഒരു നാരായണ സ്തുതി വേണമെങ്കിൽ നമുക്ക് പറയാം നിർത്താൻ. മനസ്സിലായില്ലേ? ഒന്നുമില്ലെങ്കിലും സർവമംഗള മംഗല്യം എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ പറയാറുള്ള 3 ശ്ലോകങ്ങളുണ്ടോ? സൃഷ്ടിസ്ഥിതി വിനാശാനാം ശക്തിഭൂതേ സനാതനേ ഗുണാശ്രയേ ഗുണമയി നാരായണി നമോസ്തുതേ ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണേ സവ്യസ്യാർത്ഥി ഹരേ ദേവി നാരായണി നമോസ്തുതേ. എല്ലാം നോക്കൂ, ഇതിനൊന്നും റിജിഡ് ആയിട്ടുള്ള ഒരു റൂളും ഇല്ല. ഇത് നമ്മൾ ആരോടാണ് പറയുന്നത്? നമ്മളുടെ അമ്മയോട്, നമ്മളുടെ ദേവിയോട്, നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന നമ്മളുടെ ദേവിയോട്, നമ്മുടെ മനസ്സമാധാനത്തിനും സന്തോഷത്തിനും ഭക്തി പ്രകടിപ്പിക്കാനും വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ്. മനസ്സിലായില്ലേ? നമ്മുടെ മനസ്സിനെ ഉന്നതിയിലേക്ക് ഉയർത്തുവാനായിട്ടുള്ള ഓരോന്നാണ് നമ്മൾ ഈ ഓരോ പുരാണം വായിക്കുന്നതും ഭഗവത് വായിക്കുന്നതും ദേവി വായിക്കുന്നതും എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാണത് വായിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ ശ്രദ്ധ ചിതറിപ്പോവും. നമുക്ക് അപ്പൊ TV കാണണം തോന്നും, അല്ലെങ്കിൽ ഫേസ്ബുക്കില് കണ്ട കഥകളും അതും വീഡിയോ ഒക്കെ കാണണം തോന്നും. അതിന് പകരം നമ്മൾ ഇതിന് സമയം കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും ശുദ്ധമായ കാര്യങ്ങളിൽ, നമ്മുടെ മനസ്സിനെ ഉയർത്തുന്നതായ വർത്തമാനങ്ങളിലേക്കും അങ്ങനെയുള്ള ഭാഷയിലേക്കും അങ്ങനെയുള്ള പ്രാർത്ഥനകളിലേക്കും പോകുമ്പോൾ അത് മനസ്സിന് വളരെ ശാന്തത നൽകും. നമുക്ക് എപ്പോഴും ഒരു ശാന്തമായിട്ട് ഇരിക്കാനുള്ള, ഒരു സന്തോഷമായിട്ടിരിക്കാനുള്ള ഒരു സംഗതി ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ വ്യാപരിക്കാൻ തുടങ്ങും. നമ്മുടെ മനസ്സും നമ്മുടെ ഇതും ഒക്കെ മറ്റുള്ളവരുടെ കാര്യങ്ങളിലും ലോകകാര്യങ്ങളിലും ഒക്കെ വ്യാപരിക്കും. എന്തിനാ? സ്വാമി ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ലോകത്ത് എന്തൊക്കെയോ നടക്കട്ടെ, അതൊക്കെ എല്ലാം ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് നടക്കുന്നതാണ്. സങ്കല്പം എല്ലാം ഭഗവാന്റെയാണ്. ഓരോരുത്തരുടെ കർമ്മങ്ങൾ അനുസരിച്ച് ഓരോരോന്നും നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. മൗനമായിട്ടിരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത്ര തന്നെ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പൊ നമ്മുടെ മനസ്സിനെ ഉദ്ധരിക്കുന്ന മാതിരിയുള്ള ഇങ്ങനെയുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുക, അതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് അമ്മയോട് ഏത് സമയത്തും നമുക്ക് സംസാരിക്കാം. ഇത് അമ്മയോടുള്ള സംഭാഷണമാണ്, അമ്മയോടുള്ള പ്രാർത്ഥന. കുറച്ച് ശുദ്ധിയും വൃത്തിയൊക്കെ വേണം, ഏകാഗ്രത വേണം, അതാണ് പ്രധാന കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏകാഗ്രതയ്ക്ക് ഭംഗം ഉണ്ടാവുന്ന സമയങ്ങളിൽ വായിക്കരുത്. ഭർത്താവ് ഓഫീസിൽ നിന്ന് വരുമ്പോഴോ, മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴോ, അല്ലെങ്കിൽ മക്കൾക്ക് പഠിക്കേണ്ട സമയത്തോ, ഭക്ഷണം കൊടുക്കേണ്ട സമയത്തൊന്നും വായിക്കാനിരിക്കരുത്. നമുക്കൊരു മിനിമം ഒരു അരമണിക്കൂർ വേണം. ശ്രദ്ധയോടെ വായിക്കണമെങ്കിൽ അരമണിക്കൂർ വേണം മിനിമം. അപ്പോൾ ആ അരമണിക്കൂർ നമ്മൾ സ്പെയർ ചെയ്യാനുള്ളപ്പോഴേ വായിക്കാതിരിക്കാവൂ. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഏത് വായിക്കുമ്പോഴും, രാമായണമാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും ഭാഗവതമാണെങ്കിലും എന്ത് വായിക്കുമ്പോഴും നമ്മുടേതായിട്ടുള്ള സമയം ആരും ഡിസ്റ്റർബ് ചെയ്യാത്ത, അവിചാരിതമായിട്ടല്ലാതെ നമ്മളെ ആരും ഡിസ്റ്റർബ് ചെയ്യാത്ത സമയം നോക്കി ചെയ്യുക. അത്രയേ ഉള്ളൂ. ചൊവ്വാഴ്ച 3-ാം ദിവസം 4-ാം അധ്യായം മാത്രം വായിച്ചാൽ മതി.
അഞ്ചാം ദിവസം വ്യാഴാഴ്ച 9ഉം 10ഉം അധ്യായങ്ങൾ വായിക്കണം. വെള്ളിയാഴ്ച 6ആം ദിവസം 11ാമത്തെ അധ്യായം വായിക്കണം. ശനിയാഴ്ച 7ആം ദിവസം 12ഉം 13ഉം അധ്യായങ്ങളും ഉത്തരാംഗം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. നവാംഗം പോലെ അവസാനം ഉത്തരാംഗം, അതായത് ലാസ്റ്റിലുള്ള പ്രാർത്ഥനകൾ, അത് നമുക്ക് വായിക്കണം. അപ്പൊ 7 ദിവസം കൊണ്ട് തീരും. അരമണിക്കൂർ 40 മിനിറ്റ്സ് കൂടുതൽ വേണ്ടി വരില്ല. ആദ്യമായിട്ട് വായിക്കുന്നവർക്ക് കുറച്ച് സംസ്കൃതം ആയതുകൊണ്ട് കുറച്ചും കൂടെ സമയം എടുക്കുമായിരിക്കും. അത് സാരമില്ല. ഇപ്പൊ ഞായറാഴ്ച അല്ല തുടങ്ങുന്നത്, തിങ്കളാഴ്ച ആണെങ്കിലോ ഓക്കെ, ഇതേ തന്നെ മാതിരി തന്നെ പോയാൽ മതി. തിങ്കളാഴ്ച തുടങ്ങി ഞായറാഴ്ച തീരും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ചൊവ്വാഴ്ച തുടങ്ങി അടുത്ത തിങ്കളാഴ്ച തീരും. അങ്ങനെ മാറിപ്പോകുന്നുള്ളതേ ഉള്ളൂ. പക്ഷെ രീതി ഇത് തന്നെ ആയിരിക്കണം. ചാപ്റ്റേഴ്സിന്റെ രീതി ഈ 1ാം ദിവസം 2ാം ദിവസം അത് തന്നെ ഫോളോ ചെയ്യണം. അതിനൊരു കാരണമുണ്ട്. അത് ഓരോ ചരിതമാണ്. ആ ചരിതം നമ്മൾ ബ്രേക്ക് ചെയ്ത് വായിച്ചുകൂടാ. അതുകൊണ്ടാണ് അവരങ്ങനെ നിഷ്കർഷയോടെ തന്നിരിക്കുന്നത്. അത് നമ്മൾ ബ്രേക്ക് ചെയ്യരുത്. അതായത് ഇപ്പൊ 5ഉം 6ഉം 7ഉം 8ഉം അധ്യായം, 5ാം അധ്യായം കുറച്ച് പാടാണ് വായിക്കാൻ. കാരണം യാദേവി സർവഭൂതേഷു എന്നുള്ള ആ ശ്ലോകം 21 ഉള്ളത്. അത് 5ാം അധ്യായം വായിക്കുമ്പം ഈ 21 ഓരോന്നും 3 ആവർത്തി പറയണം. യാദേവി സർവഭൂതേഷു മാതരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാദേവി സർവഭൂതേഷു മാതരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഇങ്ങനെ 21 3 പ്രാവശ്യം പറയണം. പറഞ്ഞേ തീരൂ. എന്നിട്ട് അതിന്റെ ബാക്കി 2 പേരും കൂടെ ഉണ്ട്, അതും കൂടെ വായിക്കണം. അപ്പോഴേ 5ാമത്തെ അധ്യായം തീരുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂട്ടത്തില് 6ഉം 7ഉം 8ഉം അധ്യായം കൂടെ വായിച്ചേ പറ്റും. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ അതില് ഈ റൂള് 7 ദിവസം കൊണ്ട് വായിക്കുമ്പോഴാണ് ഇത് പറയുന്നത്. അല്ലാതെ ആണെങ്കിൽ 5ാമത്തെ അധ്യായം ഒരു ദിവസം വായിക്കുക, 6ാമത്തെ അധ്യായം അടുത്ത ദിവസം വായിക്കുക, അങ്ങനെ നമുക്ക് ചെയ്യാം. ഇതല്ല, ഈ സപ്താഹം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ റൂള് ഫോളോ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ 6ാമത്തെ ദിവസം 11ാം അധ്യായം മാത്രം, നാരായണ സ്തുതി മാത്രം വായിച്ചാൽ മതി. പിന്നെ 7ാമത്തെ ദിവസം 12ഉം 13ഉം അധ്യായങ്ങൾ ഉത്തരാംഗവും വായിക്കണം. ഇതാണ് ഇതിന്റെ പാരായണ രീതി, പാരായണ വിധി. പിന്നെ വിളക്ക് കത്തിച്ചിട്ട് വെച്ചൊക്കെ വായിക്കാം. അവനവന്റെ ഇഷ്ടപ്രകാരം അവനവന്റെ മനസ്സ് പറയുന്നത് പോലെ ഒക്കെ ചെയ്യാം. വിളക്ക് കത്തിച്ചിട്ട് വായിക്കാം. അതല്ല വിളക്ക് കത്തിച്ചിട്ട് വയ്ക്കാൻ പറ്റാത്ത സമയമാണെങ്കിൽ ഇല്ലാതെയും വായിക്കാം. നല്ല ഉച്ചയ്ക്ക് ശേഷമൊക്കെ വായിക്കുകയാണെങ്കിൽ നമ്മൾ വിളക്ക് കത്തിക്കോ? ഇല്ലല്ലോ, ഉച്ച സമയത്ത് ഇല്ലേ? അപ്പം കുഴപ്പമില്ല, അങ്ങനെയും വായിക്കാം. പല രീതിയിൽ വായിക്കാം. നമ്മൾ എല്ലാം നമ്മുടെ മനസ്സിന്റെ മനസ്സ് എങ്ങനെ സമ്മതിക്കുന്നോ അതുപോലെ ചെയ്യുക. ഓക്കെ. സായിരാം ടീച്ചർ, സായിരാം. ബുധനാഴ്ചത്തെ പറഞ്ഞിട്ടില്ല ടീച്ചർ. ബുധനാഴ്ച 4ാമത്തെ ദിവസം ബുധനാഴ്ച 5ഉം 6ഉം 7ഉം 8ഉം അധ്യായങ്ങൾ വായിക്കണം. ഓക്കെ, 4 അധ്യായങ്ങൾ വായിക്കണം. 1ാമത്തെ ദിവസം നവാംഗവും 1ാം അധ്യായവും, 2ാമത്തെ ദിവസം 2ഉം 3ഉം അധ്യായങ്ങൾ, 3ാമത്തെ ദിവസം 4ാം അധ്യായം മാത്രം, 4ാമത്തെ ദിവസം 5ഉം 6ഉം 7ഉം 8ഉം അധ്യായങ്ങൾ, 4 അധ്യായം വായിക്കണം. 5ാം ദിവസം 9ഉം 10ഉം അധ്യായം, 6ാം ദിവസം 11ാമത്തെ അധ്യായം, 7ാം ദിവസം 12ഉം 13ഉം അധ്യായങ്ങളും ഉത്തരാംഗവും. ഉത്തരാംഗം എന്ന് വെച്ചാൽ അതിന്റെ അവസാനത്തെ ഭാഗം. നമുക്ക് ഇനി ഇതുപോലെ തന്നെ ഈ നമ്മൾ ദേവിക്ക് പ്രാർത്ഥിക്കുമ്പോൾ 7 ദിവസം നമുക്ക് ചെറുതായിട്ട് നിവേദ്യം വെക്കാം. ദേവിക്ക് വിളക്ക് കത്തിച്ചൊരു നിവേദ്യം വെച്ചിട്ട് വായിച്ചത് അത്യുത്തമമാണ്. എന്താണ് നിവേദ്യം? ഒന്നുമില്ല, വളരെ എളുപ്പം. ഒന്നുകിൽ ചക്കര പായസം, നമ്മൾ ശർക്കര പായസം ഉണ്ടാക്കുമല്ലോ ദേവിക്ക്, ശർക്കര പായസം അല്ലെങ്കിൽ മഞ്ഞച്ചോറ് ദേവിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മഞ്ഞച്ചോറ്, അപ്പൊ മഞ്ഞൾപ്പൊടി ഇട്ട ചോറ്, ചക്കര പായസമോ മഞ്ഞച്ചോറോ ഉണ്ടാക്കാം. മൺഡേ ത്രിമധുരം എന്ന് വെച്ചാൽ 3 മധുരങ്ങൾ ഉള്ളതിനാണ് ത്രിമധുരം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് 3 മധുരങ്ങള്? തേന്, പഞ്ചസാര, പഴം. അത് നമുക്ക് കഴിവതും പാളയംകോടൻ പഴം ഇല്ലാതെ നമുക്ക് ബാക്കി മറ്റു പഴങ്ങളൊക്കെ ഉപയോഗിക്കാം. പാളയംകോടൻ പഴത്തിന് പുളിപ്പുള്ളതുകൊണ്ട് അത് ഉപയോഗിക്കില്ല, അതിൽ മധുരം വരില്ല. നമുക്ക് നമ്മുടെ കൊച്ചു പഴം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ഉത്തമം, ഇല്ലേ? എന്താ പറയാ, ഞാലിപ്പൂവൻ എന്ന് പറയുന്ന കൊച്ചുപഴം.
പിന്നെ അതാണ് ത്രിമധുരം, 3 മധുരങ്ങൾ അടങ്ങിയത്. അതിൽ തേനും പഞ്ചസാരയും, പഴം നുറുക്കിയിട്ട് നമ്മൾ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോൾ ഇലയിൽ തന്നിട്ട് ഓർമ്മയില്ലേ, എന്തൊരു സ്വാദാണ്. പഴം നുറുക്കിയിട്ട് അതിൽ തേനും പഞ്ചസാരയും ഇട്ടിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ദേവിക്ക് നേദിക്കാം. 3-ാമത്തെ ദിവസം തേനും പഴങ്ങളും, പലതരം പഴങ്ങളും തേൻ ഒഴിച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ചിത്രാന്നം എന്ന് പറയും. എന്താണ് ഈ ചിത്രാന്നം അറിയാമോ? നാരങ്ങാ സാദം എന്ന് പറയില്ലേ, നാരങ്ങച്ചോറ്. അതായത് ചോറുണ്ടാക്കുക, ഒരു പാത്രത്തില് നാരങ്ങ നമ്മുടെ അളവിനനുസരിച്ച് ഒരു നാരങ്ങ പിഴിഞ്ഞ് കുരുവൊക്കെ മാറ്റിയിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കുക, ഒരു നുള്ളു പഞ്ചസാര ഇടാം. എന്നിട്ട് അടുപ്പത്തെ കടുക് ഇറക്കുമ്പം നമുക്ക് കപ്പലണ്ടി, കരിവേപ്പില, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ധാരാളം ഇട്ട്, മുളക്, കടുക് ഒക്കെ ഇട്ട് നന്നായിട്ട് കടുവറുത്ത് നല്ല മണം വരുമ്പോഴത്തേക്കും ഈ നാരങ്ങ നീര് അതിലൊഴിച്ച് പെട്ടെന്ന് വാങ്ങി എടുത്തിട്ട് തിളപ്പിക്കല്ലേ നാരങ്ങ നീര്. എന്നിട്ട് അതിലേക്ക് ചോറിടുക. നമ്മൾ ഉണ്ടാക്കി വെച്ച ചോറിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ല നാരങ്ങാ സാദം ഉണ്ടാക്കാം. നാരങ്ങാ സാദം നേദിക്കാം. ചിത്രാന്നം എന്ന് പറയും, ചിത്രാന്നം. വെനസ്ഡേ, അടുത്ത ദിവസം 4-ാമത്തെ ദിവസം തൈര് സാദം. എളുപ്പമല്ലേ ഉണ്ടാക്കാൻ? ദേവിക്ക് എത്ര കുറച്ച് സാധനങ്ങൾ മതി എന്ന് കണ്ടോ. നമുക്ക് ഏറ്റവും എളുപ്പം തൈര് സാദം ഉണ്ടാക്കിയാൽ മതി. അറിയാലോ എല്ലാവർക്കും തൈര് സാദം ഉണ്ടാക്കാൻ. തൈര് സാദം ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പം എന്താ അറിയോ? പച്ചരി ചോറാണ് നല്ലത്. പച്ചരി ചോറ് തന്നെ വേണം. ദേവിക്ക് നേദിക്കുമ്പോൾ എപ്പോഴും പച്ചരി ചോറാണ് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ പിന്നെ പുഴുങ്ങലരി ചോറ് ഉപയോഗിക്കരുത്, അത് സാധ്യമല്ല. പുഴുങ്ങലരി ചോറ് രാജസികമാണ്. അപ്പൊ ദേവിക്ക് എല്ലാം പായസമാണെങ്കിലും എന്ത് വെക്കുമ്പോഴും നമ്മൾ പച്ചരി വേണം ഉപയോഗിക്കാൻ, പച്ചരി, റോ റൈസ്. അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ചോറ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് 1 സ്പൂൺ തൈരും കുറച്ച് പാലും ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ട് ഇളക്കി വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കടുവറുത്തൊക്കെ വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ല തൈര് തന്നെ ചേർക്കണം എന്നില്ല. ഒരു രാവിലെ ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്കാണ് ഇപ്പൊ നമ്മൾ നേദിക്കുന്നതെങ്കിൽ അപ്പത്തേക്ക് അത് നല്ല പാകത്തിന് പുളിച്ച് ഇരിക്കും. അതല്ലെങ്കിൽ പുളിയില്ലാത്ത തൈര് ചേർത്തിട്ട് ഉഴപ്പി, അല്ലെങ്കിൽ വല്ലാതെ പുളിച്ചു പോകും. ഒരുപാട് പുളിക്കാൻ പാടില്ല തൈര് സാദം. തേഴ്സ്ഡേ സേമിയ പായസം ഉണ്ടാക്കാം, എളുപ്പം. അല്ലെങ്കിൽ പാൽപ്പായസം ഉണ്ടാക്കാം, നല്ല പാൽപ്പായസം. പിന്നെ ഫ്രൈഡേ ഒരു തേങ്ങയും പഴവും കൂടെ വെച്ചാൽ മതി, തേങ്ങയും പഴവും. അതാണ് ഫ്രൈഡേ. സാറ്റർഡേ എള്ള് സാദം. എള്ള് സാദം ഉണ്ടാക്കാനും എളുപ്പമാണ്. എള്ള് സാദം ഇതുപോലെ നമ്മൾ ചോറുണ്ടാക്കി വെക്കുക. പച്ചരി ചോറുണ്ടാക്കി പറ്റിച്ച് വെച്ചിട്ട് എള്ളില്ലേ, കറുത്ത എള്ളും വെളുത്ത എള്ളും കൂടെ ചേർത്ത് വറുക്കുക. ഒന്ന് വറുത്തിട്ട് അതിനെ നമ്മൾ മുളകും കറുത്ത എള്ളും ഇതും കൂടെ ചേർത്ത് വറുത്ത് കരിവേപ്പിലയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വറുത്തിട്ട് അതിനെ നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം. നല്ലെണ്ണയിൽ കടുവറുത്ത് ഈ ചോറ് അതിലേക്ക് ഇട്ടിട്ട് അടയ്ക്കുക. എന്നിട്ട് അടച്ചു വെച്ച ശേഷം ഈ മസാല മിക്സ് ചെയ്ത് തിരിച്ചു മറിച്ചൊക്കെ എടുക്കുക. കപ്പലണ്ടിയൊക്കെ ഇടാം, നട്ട്സ് ഇടാം, കിസ്മിസ് ഇടാം. അങ്ങനെയൊക്കെ അതിന്റെ സ്വാദ് കൂട്ടാം. ഈ നാരങ്ങാ സാദത്തിനും തൈര് സാദത്തിനും എള്ള് സാദത്തിനും എല്ലാം നമുക്ക് ഇഷ്ടം പോലെ നല്ല ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതായത് കിസ്മിസോ അല്ലെങ്കിൽ നട്ട്സോ, കപ്പലണ്ടി വേണം നിർബന്ധം, ബാക്കിയെല്ലാം നമുക്ക് ഇഷ്ടം പോലെ ചേർക്കാം. അതാണ് അതിൻ്റെയൊക്കെ കാര്യം. അപ്പൊ ഇതാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അടുത്ത ആഴ്ച നമ്മൾ നമ്മുടെ ക്ലാസ് തുടങ്ങും, ദേവിയുടെ മാഹാത്മ്യം തുടങ്ങും. ഇതില് ശരീരശുദ്ധിയോടുകൂടി ഏതു സമയത്തും ദേവി മാഹാത്മ്യം പാരായണം ചെയ്യാം. സ്നാനാനന്തരം ശുഭ്രവസ്ത്രധാരണം ചെയ്തുകൊണ്ട് ഒരു വിളക്ക് കത്തിച്ച് മുന്നിൽ വെച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. അഥവാ ഇനി നെയ്വിളക്കാണ് കത്തിച്ച് മുന്നിൽ വെക്കാൻ പറ്റുന്നതെങ്കിൽ അത് കൂടുതൽ ഫലദായകമാണ്. എത്ര ഉഗ്രമായ ബാധോപദ്രവങ്ങളും 41 പ്രാവശ്യം പാരായണം ചെയ്താൽ നിശേഷം വിട്ടുമാറുന്നതാണ്. മാരണങ്ങളെ ഒഴിവാക്കുന്നത് അടിവശം ചുവന്ന പട്ടുകൊണ്ട് പൊതിഞ്ഞ ഒരു വിളക്ക് 5 തിരിയിട്ട് കത്തിച്ച് ആ ദീപത്തെ പരാശക്തിയായി സങ്കല്പിച്ച് ദീപമൂലത്തിൽ കുങ്കുമത്തിൽ മുക്കിയ ചുവന്ന പൂ അർപ്പിച്ചുകൊണ്ട് 7 ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന വിധം 41 ആവർത്തി ദേവി മാഹാത്മ്യ പാരായണം ചെയ്താൽ, മാരണം എന്നൊക്കെ വെച്ചാല് വളരെ നമ്മളെ പണ്ടത്തെ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഇപ്പൊന്നും അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ലെന്ന് തോന്നുന്നു. ആഭിചാര പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് ഓരോ കുടുംബത്തിന് ഒരുപാട് കഷ്ടപ്പാടുകൾ വരുത്തുന്ന ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പണ്ട്.
ആ ആഭിചാര പ്രവൃത്തികൾ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളാണ് മാരണങ്ങൾ എന്ന് പറയുന്നത്. അതിനാണ് ഇത്ര തീക്ഷ്ണമായിട്ടുള്ള പൂജയൊക്കെ ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? എങ്ങനെ ചെയ്താലും ദേവി മഹാത്മ്യ പാരായണം സാവധാനമായും സ്ഫുടമായും ഈണം കൂടാതെയും, അതാണ് വളരെ പ്രധാനം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ എന്നൊന്നും വേണ്ട. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഇത് മതി, ഇങ്ങനെ മതി. അല്ലാതെ അതിനെ പാട്ടാക്കി പാട്ടുകാരൊന്നും ആവണ്ട. നമ്മള് പാട്ടായിട്ട് പാടാൻ പാടില്ല. മനസ്സിലായില്ലേ? അതാണ് പറയുന്നത്. ഈണം കൂടാതെ അർത്ഥബോധത്തോടുകൂടി പറയണം. പാരായണമാണ് ചെയ്യുന്നത്, പാടുകയല്ല, ഗാനാലാപം അല്ല. പാരായണമാണ് ചെയ്യുന്നത്, അത് അർത്ഥബോധത്തോടുകൂടി ചെയ്യണം. അതിനുള്ള എളിയ ശ്രമമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മുടെ ഈ ക്ലാസ് നമ്മൾ ചെയ്യുന്നത് ആ അർത്ഥബോധം അറിയാനുള്ള, ആ അർത്ഥം അറിയുമ്പോഴത്തേക്കും നമുക്ക് ആ ദേവിയുടെ ആ സൗന്ദര്യവും ആ മഹാത്മ്യവും ആ നമ്മളോടുള്ള സ്നേഹവും ഒക്കെ നമുക്ക് ഇങ്ങനെ കൂടുതൽ നമുക്ക് പ്രകാശിതമാവും നമ്മുടെ മനസ്സുകളിൽ. അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ജഗജ്ജനനിയായ മഹാദേവിയുടെ അവദാനങ്ങളെ പ്രകീർത്തിക്കുന്നതാണ് ദേവി മഹാത്മ്യം. സർവമംഗളപ്രദായകമാണ് ഇതെന്ന് ദേവി തന്നെ അരുളി ചെയ്തിരിക്കുന്നു. അത് തന്നെയാണ് ഇതിന്റെ മഹാത്മ്യം. വേറെ ആരുമല്ല പറഞ്ഞത്, ദേവി തന്നെ പറയാണ്. എൻ്റെ ഈ മഹാത്മ്യം വായിക്കുന്നത് വളരെ മഹാത്മ്യമുള്ള കാര്യമാണ്, വളരെ പ്രയോജനകരമായ കാര്യമാണെന്ന് ദേവി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹിന്ദുധർമ്മ വിശ്വാസിയായ ഏതൊരു വ്യക്തിയും ദേവി മഹാത്മ്യ പാരായണം നിത്യവും ഭക്തി പുരസ്സരം ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞില്ലേ, നിത്യം വായിക്കുന്ന വെച്ചാൽ അയ്യോ ഈ സ്തോത്രമൊക്കെ നിത്യം വായിക്കാൻ പറ്റുമോ ടീച്ചറെ, ഇത് കുറച്ച് കഠിനമല്ലേ എന്നൊക്കെ തോന്നും. അല്ല, പറഞ്ഞില്ലല്ലോ, നിങ്ങൾ ഒന്നുകിൽ 4-ാമത്തത് വായിക്കൂ, 4-ാമത്തെ അധ്യായം വായിക്കൂ. അത് ശക്രാദി ദേവന്മാരുടെ സ്തുതിയാണ്, അത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾ 11-ാമത്തെ അധ്യായം വായിക്കൂ, നാരായണ സ്തുതി. എത്രയോ പ്രാവശ്യം കേട്ട് കേട്ട് പരിചയമുള്ള ഒരു സ്തുതിയാണത്, വളരെ നന്നായിരിക്കും. 10 മിനിറ്റേ എടുക്കുള്ളൂ വായിക്കാൻ, അത് ദിവസം വായിക്കാമല്ലോ. അപ്പൊ ദേവി പാരായണം എന്ന് വെച്ചാൽ മുഴുവൻ പാരായണം ചെയ്യണമെന്നില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം എടുത്തു വെച്ചിട്ട് പാരായണം. അതിന് 4 സ്തുതികളുണ്ട്, ഇഷ്ടമുള്ളത് വായിച്ചോളൂ, അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് സർവസിദ്ധികളും ഉണ്ടാകുമെന്നുള്ളത് നിസ്തർക്കമാണ്. അതാണ് ഇതിലെ ദേവി മഹാത്മ്യത്തിന്റെ കാര്യം. അങ്ങനെയാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നമുക്കിനി അടുത്ത ആഴ്ച നമ്മള് ക്ലാസ്, അടുത്ത ക്ലാസ് നമ്മുടെ ദേവി മഹാത്മ്യ പാരായണം തന്നെ തുടങ്ങുകയാണ്. ഇൻട്രൊഡക്ഷൻ ഇതോടെ തീർന്നു. ഇനി എന്നാലാവുന്ന വിധം എല്ലാം ടച്ച് ചെയ്തെന്ന് തോന്നുന്നു. അടുത്ത പ്രാവശ്യം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ദേവിയുടെ മഹാത്മ്യം പാരായണം ചെയ്യാൻ തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. സൃഷ്ടിസ്ഥിതി വിനാശാനാം ശക്തിഭൂതേ സനാതനേ ഗുണാശ്രയേ ഗുണമയേ നാരായണി നമോസ്തുതേ. ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സവ്യസാർത്ഥി ഹരേ ദേവി നാരായണി നമോസ്തുതേ. ജയ നാരായണി നമോസ്തുതേ, ജയ നാരായണി നമോസ്തുതേ. ദേവ്യാർപ്പണമസ്തു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ദേവിയുടെ പാദപങ്കലങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സായിരാം. സായിരാം. അണച്ചോളൂ.